ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ടുകളായിരുന്നു. ആഡർ, സബ്ട്രാക്ടർ, അതുപോലെ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, ഡീകോഡർ, എൻകോഡർ ഇവയെല്ലാം കോമ്പിനേഷണൽ സർക്യൂട്ടുകൾക്ക് ഉദാഹരണങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ രണ്ടായിട്ടായിരുന്നു നമ്മൾ തരംതിരിച്ചിരുന്നത്. ഒന്ന് കോമ്പിനേഷണൽ സർക്യൂട്ട്, രണ്ടാമത്തതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്? ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓൾറെഡി ഒരു ഇൻഫർമേഷൻ സേവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതായത് സീക്വൻഷ്യൽ സർക്യൂട്ടിന് ഒരു മെമ്മറി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടും ഒരു കോമ്പിനേഷൻ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു മെമ്മറി ഇല്ല. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിൽ. ഓക്കെ, സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന്, അല്ലേ? അപ്പോൾ അതായത് നമുക്ക് ഒരു പാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതുപോലെ അതിനുണ്ടായിരുന്ന പാസ്റ്റ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഔട്ട്പുട്ട്, അതിനെ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടും കോമ്പിനേഷണൽ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. കോമ്പിനേഷണൽ സർക്യൂട്ട് ആകുമ്പോൾ അതിന് മെമ്മറി ഉണ്ടാവില്ല, അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതേസമയത്ത് സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ടിന് ഒരു മെമ്മറി ഉണ്ട്, അതായത് അതിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സർക്യൂട്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും അതുപോലെ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയും. അതാണ് ഈ നെക്സ്റ്റ് സ്റ്റേറ്റാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ഇൻപുട്ടിനെയും പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടും അതുപോലെ കോമ്പിനേഷൻ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ പോയിന്റുകളായിട്ട് എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഒന്നാമതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മെമ്മറി. ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് തന്നെയാണ്, നമ്മുടെ ഗേറ്റുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തുണ്ടാവും? അതിൽ മെമ്മറി കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ദ ഔട്ട്പുട്ട് ഓഫ് എ സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പ്രസൻറ്റ് സ്റ്റേറ്റ്. ഓക്കെ, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് നമുക്ക് പാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതെന്താണ്? ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി സീക്വൻഷ്യൽ സർക്യൂട്ട് റെപ്രസെൻറ്റ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ്. നമ്മൾ ആ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട് വിൽ ഡിഫൈൻ ദി നെക്സ്റ്റ് സ്റ്റേറ്റ്. അതായത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ടേം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അതിനൊരു സ്റ്റേറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ആ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നും അതുപോലെ എന്താണ് ഈ പാസ്റ്റ് ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടും കോമ്പിനേഷൻ സർക്യൂട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടും ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ ഈ 2 പോയിന്റുകൾ. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ടിൽ? കോമ്പിനേഷൻ സർക്യൂട്ട് ഇറ്റ് കണ്ടെയ്ൻസ് നോ മെമ്മറി. ഇവിടെ സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമ്പോൾ എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് മെമ്മറി എലമെൻറ്റ്സ്. ഓക്കെ, സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷന് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഉണ്ടാവും, അതുകൊണ്ട് അതിൽ മെമ്മറി ഉണ്ട് എന്ന് പറയാം.
ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതായിരുന്നു. ഇറ്റ് കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ദി പ്രസൻറ്റ് വാല്യൂസ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിലോ പ്രസൻറ്റ് ഇൻപുട്ട് മാത്രമല്ല, അതുപോലെ ഇതിൻ്റെ പാസ്റ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, ഇനി സീക്വൻഷ്യൽ സർക്യൂട്ടിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ലാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ലോജിക് സർക്യൂട്ട് വിത്ത് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ലോജിക് സർക്യൂട്ട് വിത്ത് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇതിനെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയാം. ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ടാണ് അതിനെ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ നമ്മുടെ ലാച്ചിനായാലും 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്നും കൂടി നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ലാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലാച്ച് ഹാസ് എ ഫീഡ്ബാക്ക് പാത്ത്. അതിനെന്തുണ്ടാവും? ഈ ലാച്ചിന് എന്തുണ്ടാവും? ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവും. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാച്ച് ആകുമ്പം ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫീഡ്ബാക്ക് ഉണ്ടായത് ഇപ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവിടെ ഒരു മെമ്മറി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലാച്ച് ആകുമ്പോൾ അതിന് മെമ്മറി ഉണ്ടാവും, ഫീഡ്ബാക്ക് ഉണ്ടാവും, അതുപോലെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഒരു ലാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലാച്ചിന് ഒരു ബിറ്റ് മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുകയുള്ളൂ. ഒരു ബിറ്റ്, 1 ബിറ്റ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇതിലേതെങ്കിലും ഒരു ബിറ്റിനെ ഒരു സമയത്ത് ഒരു ബിറ്റിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ലാച്ചിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് ഒരു ലാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താണ്? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിനൊരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവും. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, അതിനൊരു മെമ്മറി ഡിവൈസായിട്ട് നമുക്ക് കാണാം. ഇതിനൊരു മെമ്മറി ഡിവൈസായിട്ട് കാണാം. കാരണം ഇതിൽ നമുക്ക് 1 ബിറ്റ് സ്റ്റോർ ചെയ്തേക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ലാച്ചസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ലാച്ചസ്, പൊതുവേ നമ്മൾ ലാച്ചസ് ബിൽഡ് ചെയ്യാറ് അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗേറ്റുകൾ തന്നെയാണ്. ഗേറ്റുകളിൽ തന്നെ യൂണിവേഴ്സൽ ഗേറ്റാണ് നമ്മൾ ലാച്ചസ് ആയിട്ട് നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലാച്ചസിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു SR ലാച്ച് യൂസിങ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് ഉപയോഗിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു യൂണിവേഴ്സൽ ഗേറ്റാണ് നമ്മൾ പൊതുവേ ലാച്ചസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് 2 ഗേറ്റുകളാണ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ നോർ ഗേറ്റാണ്, രണ്ടാമത്തത് നാൻഡ് ഗേറ്റാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാച്ചാണ്. SR ലാച്ച് എന്നാണ് ഇതിന് പറയുന്നത്. സെറ്റ് റീസെറ്റ് ലാച്ച് എന്ന് പറയും. ഓക്കെ, SR എന്ന് പറയുമ്പോൾ സെറ്റ് റീസെറ്റ് ലാച്ച് എന്നാണ് പറയുന്നത്. SR എന്ന് നമ്മൾ സിമ്പിളായിട്ട് SR എന്ന് പറയും. SR ലാച്ച് യൂസിങ് നോർ ഗേറ്റ്സ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റ് എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 2 ഇൻപുട്ടുകളാണുള്ളത്, Rഉം Sഉം. ഓക്കെ, 2 ഇൻപുട്ടുകളുണ്ട്. അതുപോലെ 2 ഗേറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു യൂണിവേഴ്സൽ ഗേറ്റ്, രണ്ടാമത്തെ യൂണിവേഴ്സൽ ഗേറ്റ്. ഓക്കെ, 2 ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. അതേപോലെ അതിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് Q ബാർ എന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി നമ്മുടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് Q എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q ആണ്. ആ Q എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണോ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ Q എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത ഔട്ട്പുട്ടാണ്, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മുടെ യഥാർത്ഥ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ക്യൂവിനെ QN എന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് കൊടുക്കാം? QN+1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ QN എന്ന് കൊടുത്തു. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് QN+1 ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളവർക്ക് അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ഫീഡ്ബാക്ക് ആവശ്യമാണ് ലാച്ചസിന് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇവിടെ ഫീഡ്ബാക്ക് കൊടുത്തു നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു ഫീഡ്ബാക്കാണ്, ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കും ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു SR ലാച്ച് എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് നോർ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു SR ലാച്ച് എങ്കിൽ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു SR ലാച്ച് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയുമുള്ള കണക്ഷൻസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, രണ്ടും ഒരുപോലെ തന്നെയാണ്. ക്രോസ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു, അതുപോലെ എസും ആറും ഉള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്നു. ഇതിനെ SR ലാച്ച് എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂവും ക്യൂ ബാറുമാണ്. ഓക്കെ, അത് രണ്ടുമാണ് നമ്മൾ അതിൻ്റെ ക്രോസ് ആയിട്ട് അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റും അതുപോലെ SR ലാച്ച് യൂസിങ് നോർ ഗേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ആദ്യത്തെ ഗേറ്റിന് ഇവിടെ S ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതേ സമയത്ത് ഇവിടെയാണെങ്കിലോ ആദ്യത്തെ ഗേറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏതാണ്? 6 ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതാണ് ഒരു SR ലാച്ചിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലാച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം, ഇതിൻ്റെ ഓപ്പറേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 6 എന്ന് പറയുന്ന ഇൻപുട്ടിന് 0 കൊടുത്തു, SC എന്ന് പറയുന്ന ഇൻപുട്ടിന് നമ്മൾ 0 കൊടുത്തു എന്ന് കരുതുക. നമുക്കറിയാം ഓൾറെഡി ഇതിൽ സ്റ്റോർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് Q എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ Q ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. നമ്മൾ ഇവിടെ ഒരു 0 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, 0 ആയാലും 1 ആയാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ പറയുന്നതിന് വേണ്ടി നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ 0 എന്ന് പറയുന്ന Q ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ രണ്ടാമത്തെ നോർ ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നോർ ഗേറ്റിൽ ഇപ്പോൾ 2 ഇൻപുട്ടുകൾ വന്നിട്ടുണ്ട്. SC എന്ന് പറയുന്ന ഇൻപുട്ട് 0 ആണ്. അതുപോലെ ഇവിടെ ഓൾറെഡി Q എന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും 0 ആണ്. അപ്പോൾ 0 0 ഒരു നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം നിങ്ങൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. 0 0 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഈ 1 നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ 1 നേരെ പോകുന്നത് ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 6 എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, 0 ആണ്. അതുപോലെ ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടി ഇവിടെ വന്നു കഴിഞ്ഞു ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഇപ്പോൾ 0 1 എന്ന് പറയുന്ന ഇൻപുട്ടുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 0 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഒരു നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഡിവൈസ് എത്ര നേരം നമ്മൾ പവർ ഓൺ ചെയ്തിട്ടുണ്ടോ അത്രയും നേരം നമുക്ക് ഇവിടെ 0 മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ലാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് 0 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 0ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 6 0 S 0. ഇനി നമുക്ക് Q 1 ആയിട്ടാണ് സങ്കല്പിക്കാം. 1 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നേരത്തെ നമ്മൾ 0 ആണ് കൊടുത്തത്. ഇനി 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ 1 നേരെ എങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്? രണ്ടാമത്തെ നോർ ഗേറ്റിലുള്ള ഇൻപുട്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്,
അതുപോലെ ഇപ്പോൾ വന്ന 1. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നിർബന്ധമായിട്ടും നോർ ഗേറ്റിൻ്റെയും നാൻഡ് ഗേറ്റിൻ്റെയും ട്രൂത്ത് ടേബിളുകൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 0 നേരെ എങ്ങോട്ട് പോകുന്നു? 0 നേരെ ഒന്നാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു. ഇവിടെ ഓൾറെഡി 0 ആണ്, അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള 0. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 + 0, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ 1 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ലാച്ച് എത്ര നേരം ഓണാക്കി വെക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം നമുക്ക് എന്താണ് കിട്ടുകയുള്ളൂ? ഇവിടെ 1 തന്നെയാണ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ബിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് SR ലാച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര ഇനി ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താലും എത്ര നേരം നമ്മൾ ഇവിടെ ഈ പവർ ഓൺ ചെയ്യുന്നുണ്ടോ അത്രയും നേരം നമുക്ക് ഈ ഒരു 0 കൊടുക്കുന്ന, ഇവിടെ നമ്മൾ Rന് 0 Sന് 0 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ Q ഔട്ട്പുട്ട് 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ നമുക്ക് 0 എന്നുള്ള ആ ഒരു ടേം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ 0 ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇൻപുട്ട് മാറ്റണം. ഇൻപുട്ട് നമ്മൾ Rന് 1 കൊടുക്കുന്നു, Sന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്താണ് പിന്നീട് ഒരു ചേഞ്ച് എവിടെ ഉണ്ടാവുകയുള്ളൂ? നമ്മുടെ ഈ Qn+1 എന്നുള്ള ഈ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലാച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്.